യെസ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിലേക്ക് ഒരിക്കൽ കൂടി അത് പോയി നോക്കാം. അവിടെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. ശ്രീ സുരേഷ് ബാബു, ഈ രാംലല്ല പ്രതിഷ്ഠാ കർമ്മത്തിന് അനുകൂലിക്കുന്നതിലും പ്രതികൂലിക്കുന്നതിലും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് പങ്കാളികളാകുന്നത്. ആരും അതിനകത്ത് വലിയ നല്ല പിള്ള ചമയാൻ ശ്രമിക്കണ്ട. ഞങ്ങൾ ന്യൂനപക്ഷത്തിനോടുള്ള സ്നേഹം കൊണ്ടും രാജ്യത്ത് അവഗണിക്കപ്പെട്ട അവസരയുടെ സ്നേഹം കൊണ്ടുമാണെന്ന് കോൺഗ്രസ് പാർട്ടിയോ ഇടതുപക്ഷമോ അവകാശപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള അല്ല, ഇവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഉത്തരേന്ത്യയിലെ മുസ്ലിമുകളെ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് BJPയും അതിനൊരു ശ്രമിക്കേണ്ട. അത് പൊളിറ്റിക്കൽ പോളറൈസേഷന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ്. ഈ 2024 ഏപ്രിലിന് മുമ്പേ പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമോ അതല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്തി അതൊരു ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള ശ്രമമോ നടന്നിട്ടുള്ളത്. പക്ഷേ അതിന് നിയമപരമായ അംഗീകാരമുണ്ട്. രാജ്യത്തെ ജനമനസ്സുകളിൽ ഒരു അരക്ഷിതത്വവും ഒരു സുരക്ഷിതത്വവും വിഭാവനം ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കാതിരുന്നാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു അരക്ഷിത ബോധം പ്രത്യേകിച്ച് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ആശങ്കയാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പ്രകടിപ്പിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്കറിയാം, BJP തെരഞ്ഞെടുപ്പ് പത്രികയിൽ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കും. ആ വാഗ്ദാനം അവർ നിറവേറ്റുകയും ചെയ്തു. അപ്പോൾ ആത്യന്തികമായി എന്തായാലും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയിലൂടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും BJP ഞങ്ങളുടേത് മാത്രമാണ് രാമൻ എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അത് എല്ലാവരുടെയുമാണ്. ലോകത്തിൻ്റെ തന്നെ ഒരു വികാരമായി രാമൻ മാറിയിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ വാഗ്ദാനം നിറവേറ്റിയതിലുള്ള ആ ഒരു അസംതൃപ്തി, അത് തന്നെയല്ലേ വിമർശനങ്ങൾ ഉന്നയിക്കാൻ, ഓരോ ദിവസവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ, എതിരഭിപ്രായങ്ങൾ പറയാൻ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും പ്രേരിപ്പിക്കുന്നത്? ഈ പറഞ്ഞ താങ്കൾ അവസാനം പറഞ്ഞ രണ്ട് കൂട്ടരും നിരാശയുടെ നീർക്കുഴിയിൽ അകപ്പെട്ട് നിലനിൽപ്പിന് വേണ്ടി കൈയും കാലും തല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അവർക്ക് എന്തും പറയാം, എന്ത് പരസ്പര വിരുദ്ധമായ വാദികതകളും ഉന്നയിക്കാം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സുഹൃത്ത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പഠിച്ചു. ജവഹർലാൽ നെഹ്റു ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ സംഘടനയല്ലേ സാർ നിങ്ങളുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നിയന്ത്രിക്കുന്നത്? അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളോടെ പോയി. അതുപോട്ടെ, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനും ഏറ്റവും അധികം മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് എന്ന് മുസ്ലിങ്ങളുടെ ഒരു പ്രമുഖ വക്താവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇവിടെ അരക്ഷിതാവസ്ഥ. വാസ്തവത്തിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിനൊരു വ്യത്യാസം വന്നു ഇന്നലത്തോടുകൂടി ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്കും അഭിമാനങ്ങളുണ്ട്, ഞങ്ങൾക്കും തല ഉയർത്താം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കി. ഈ ചിന്ത ഉണ്ടാക്കിയതിന് എൻ്റെ സുഹൃത്ത് സേനാപതി രാജുവിനെ പോലെ കപട മതേതരക്കാരോട് എത്ര നന്ദി പറഞ്ഞാലും അസ്ഥാനത്താവില്ല. കാരണം ഒരിക്കലും യോജിക്കാത്ത ഒരിക്കലും യോജിക്കാത്ത ജാതി മതങ്ങളിൽ വിവിധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന അന്യോന്യം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ഈ കപടമതേതരവാദികൾക്ക് കഴിഞ്ഞെങ്കിൽ അവരോട് തീർച്ചയായും രാജ്യം നന്ദി പറയണു. അതിനുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം കേരളത്തിലടക്കം അന്തരീക്ഷം മാറി. ഇന്ന് ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല. അവരുടെ കപടമതേതരത്വമാണ് എന്ന് പല ബിഷപ്പുമാരും പരസ്യമായി പറഞ്ഞു. അപ്പോൾ മണ്ണൊലിപ്പ് മണത്തറിയുന്നൊരു വിഭാഗം മറ്റുള്ളവരെ ആഭാസമായ രീതിയിൽ പറയുന്നത്
അവരുടെ സംസ്കാരമായി അധപ്പതിച്ചിൽ ഞങ്ങൾക്ക് ആർക്കും അത്ഭുതമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ പറഞ്ഞ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒരു ജീർണിച്ച സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണെന്നുള്ളതിൽ അവഗണിക്കല്ലാണ്ട് അതിന് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ഇവിടെ എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു വളരെ പക്വമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഭൂരിപക്ഷം ഒരിക്കലും ന്യൂനപക്ഷത്തെ ഭീഷണിക്കൊടുന്നുള്ളത് ജനാധിപത്യത്തിന് നിലനിർത്തണം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്താണ് സർ? ഇവിടെ ഹിന്ദു രാജാക്കന്മാരും ഭരിച്ചിരുന്നു. അവരാരെങ്കിലും മതപരിവർത്തനം നടത്തിയോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി രാജാവ് പള്ളി പണിത് കൊടുത്തു. സാമൂതിരി രാജാവ് പല സ്ഥലത്തും പണിത് കൊടുത്തു. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് പണി കൊടുത്തു. ഇവിടെ ആരാണ് നിർബന്ധിത പരിവർത്തനത്തിന് രാജ്യാധികാരം ഉപയോഗിച്ച്? മറിച്ച് മുകളിൽ എന്താണ് ചെയ്തത്? എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഡിസംബർ 6 പള്ളി തള്ളി തകർത്തു. ബാബർ ചെയ്തത് ഹിന്ദു ക്ഷേത്രം തല്ലി തകർക്കുകയല്ലേ? ആ തല്ലിക്കറകൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നതിൽ എന്താണ് എൻ്റെ സുഹൃത്തെ തെറ്റ്? രാജ്യാധികാരം ഉപയോഗിച്ച്, പട്ടാളത്തെ ഉപയോഗിച്ച് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തെ ക്ഷേത്രം തല്ലിപ്പൊളിച്ച് പള്ളി പണിയുന്നത് മതേതരമാണെന്ന് കപട മതേതരക്കാർക്ക് ധൈര്യപൂർവ്വം ജനങ്ങളോട് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കാണട്ടെ. അപ്പം അങ്ങനെ ചെയ്ത തെറ്റ് തിരുത്തലാണ് സോമനാഥ ക്ഷേത്രത്തിലും അയോധ്യയിലും നടന്നത്. അതുകൊണ്ടാണ് അതിന് OWC വിളിക്കണമെന്നാണ് കപട മതേതരക്കാരുടെ അഭിപ്രായം. നരേന്ദ്രമോദിയെ വിളിച്ചത് വലിയ തെറ്റായിപ്പോയി. സാർ, ഇത് ക്ഷണിച്ചത് ട്രസ്റ്റാണ്, RSS BJP അല്ല ക്ഷണിതാക്കൾ, ആതിഥേയര്. ഇതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് സിനിമാ താരങ്ങളെ വിളിച്ചു, പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളെ വിളിച്ചു, പ്രമുഖ സാമൂഹ്യ സംഘടനക്കാരെ വിളിച്ചു, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ വിളിച്ചു. കൂട്ടത്തിൽ പ്രധാനമന്ത്രിയെയും ഉത്തർപ്രദേശിൽ വെച്ച് നടക്കുന്ന സുപ്രദമായൊരു ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഗവർണറും സ്വാഭാവികമായി അതിഥികളായി വരേണ്ടതാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നത് വളരെ വില കുറഞ്ഞതായി പോയി സാർ. ഈ നിലവാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ, ഈ കാഴ്ചപ്പാടുകൾ മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, വർഗീയവാദി എന്ന നിങ്ങളുടെ വിശേഷണം വലിയ ഭൂഷണമായിട്ടാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും യഥാർത്ഥ മതവിശ്വാസികളും മതേതരവാദികളും കരുതുന്നത്. കപട മതേതരവാദികൾ എന്ത് ചീത്തപ്പേര് വിളിച്ചാലും അത് അഭിമാനമാണ്, അവമാനമല്ല. കാരണം അവരുടെ സംസ്കാരത്തിൻ്റെ ജീർണത ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള സംസാര രീതിയാണ്. അത് അവഗണിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ചുരുക്കത്തിൽ ഈ കപട മതേതരവാദികൾ ഈ രാജ്യത്തിന് വലിയ ഒരു സംഭാവന നൽകി. ഒരിക്കലും യോജിക്കാത്ത, ഭയചകിതരായി ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ അവമാനമാണ് എന്ന് കരുതിയിരുന്നൊരു ജനസമൂഹത്തെ ഒറ്റക്കെട്ടായി ജാതിമതാദികളൊക്കെ മറന്നുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു എന്നത് തല ഉയർത്തിപ്പറയാനുള്ള ഒരു അന്തരീക്ഷം ഇന്നലെ മുതൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു വലിയ പങ്ക് കപട മതേതരവാദികൾക്കുണ്ട്. അവരോട് ഇങ്ങനെ യോജിപ്പിച്ചതിന് നന്ദി പറയാതിരിക്കുന്നത് ഭംഗികേടാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊള്ളുന്നു. സേനാപതി വേണു, ഞാൻ ചോദിക്കുന്നില്ല. അല്ല, ഞാനൊരു ഈ ട്രസ്റ്റ് ആണ് ഇവരെയൊക്കെ ക്ഷണിച്ചത് എന്നുള്ള കാര്യം രാംകുമാർ സാർ എടുത്തു പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാംകുമാർ സാറിന്റെ തൊഴിലിലെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഒക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്. അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മളൊരു ഇഷ്യൂവിനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൂടി ക്ഷണിച്ചുകൂടായിരുന്നു? ട്രസ്റ്റാണ് മറുപടി പറയേണ്ടത്. ഇനി അദ്ദേഹം പറയുന്നത് ട്രസ്റ്റാണ് മറുപടി പറയേണ്ടത്, അദ്ദേഹമല്ല. ഞാൻ സേനാപതി എങ്ങനെ ക്ഷണിച്ചല്ലോ? മറുപടി ഉണ്ട് സാർ. ഞാന് പ്രിന്റുവിന്റെ സമയം വരുമ്പോ പ്രിന്റ് മറുപടി പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കൂടി ഇതിനകത്ത് ക്ഷണിച്ച് ഈ 10,000 ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ആ കാര്യത്തിലേക്ക്. ഇനി രണ്ടാമത് എന്റെ ഒരു ചോദ്യം, ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ
ഇപ്പോ ശ്രീ നരേന്ദ്രമോദി വരെ, ഞാൻ എണ്ണം കൃത്യമായിട്ട് എടുത്തില്ല, അതിൽ 10-15 പേര്, അതിനിടയിൽ ഗുൽസരിലാൽ നന്ദ 2 പ്രാവശ്യം വന്നു. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ക്ഷേത്രങ്ങളും ഈ വിശ്വാസ സ്ഥാപനങ്ങളും ഒക്കെ ഇതിനിടയിൽ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ അക്ഷർധാം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഈ വർത്തമാന കാലഘട്ടത്തിൽ പണിതിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, ഞങ്ങൾ ഒരു രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നത പറയുമ്പോൾ അതിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ഏതെങ്കിലും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോയി ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയിൽ ഞാൻ അവിടുത്തെ മുഖ്യ യജമാനനായി പങ്കെടുത്ത ഒരു ചരിത്രം എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ശ്രീ പ്രിന്റുവോ രാംകുമാർ സാറോ പറഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാനിപ്പോ ആ കാര്യത്തിൽ എന്റെ ഒരു അറിവ്, എന്റെ ഒരു പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം അഡ്വക്കേറ്റ് വേണു, മുമ്പ് ആരും പങ്കെടുത്തില്ല, അതുകൊണ്ട് ഇനി ആരും പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഒന്നുമില്ല. അല്ല, ഞാൻ എന്റെ വിനീതമായ ഒരു ചോദ്യം ഇപ്പോ യഥാർത്ഥത്തിൽ അതിന് മറുപടി ശ്രീ സുരേഷ് ബാബു ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാഷ്ട്രവും, ഇനി രാംകുമാർ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മതേതരത്വം എന്നുള്ളത് കപട മതേതരത്വമാണ് എങ്കിലും ഈ രാജ്യത്ത് ഹിന്ദു അല്ലാതെ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ടല്ലോ. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖ് ഉണ്ട്, ജെയിനുണ്ട്, പാർസി ഉണ്ട്, മതമില്ലാത്തവരുണ്ട്. ഇവരെ എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മളുടെ മനസ്സിലെ ഒരു സങ്കല്പം. അപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ എന്താ പറഞ്ഞ ഗർഭഗൃഹത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്ത്, ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്രതമെടുത്തു പോയി അദ്ദേഹം മുഖ്യ യജമാനനായിട്ട് ചെയ്യേണ്ട ഒന്നാണോ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഭഗവാൻ രാംസെ ഈ പ്രാർത്ഥനാ കർത്താവ് ആപ് ക്ഷമാ കീജിയെ, അങ്ങേക്കുള്ള അമ്പലം പണിയുന്നതിന് വൈകിയതിൽ. ഇത് ചില പഞ്ചായത്തിൽ, ഗ്രാമസഭയിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, നിങ്ങൾക്ക് ഞങ്ങള് എന്താ പറഞ്ഞ വീട് അനുവദിച്ചിരുന്നു. നമ്മുടെ മറ്റേ സ്കീമുണ്ടല്ലോ, മാർക്സിസ്റ്റുകാർ പൈസ അടിച്ചു മാറ്റുന്ന സ്കീമില്. അപ്പൊ 2 കൊല്ലം മുമ്പേ പണം അനുവദിച്ചതാണ്, വീട് പണിയാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് വൈകിപ്പോയി ലൈഫ് മിഷൻ പദ്ധതിയിൽ, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ഉപഭോക്താവിനോട് പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്നു, സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആര് ചുമതലപ്പെടുത്തി ഭഗവാൻ ശ്രീരാമനോട് അങ്ങയുടെ ക്ഷേത്രം പണിയുന്നതിന് വൈകിയതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തികഞ്ഞ രാഷ്ട്രീയമല്ലേ സാർ? ഒരു ജനാധിപത്യ രാജ്യത്ത് സൂര്യന് ചുറ്റും വലയം ചെയ്യുക നമ്മുടെ പേടകം. രാഷ്ട്രം അവിടെ വരെ എത്തി. നമ്മൾ ചൊവ്വയിലേക്ക് അടുത്തു, ചൊവ്വയിലെത്തി, ചൊവ്വയിൽ ലാൻഡിങ് നടത്തി. ഇനിയിപ്പം നമ്മൾ ആളുകളെ ചന്ദ്രനിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ശ്രീ സോമൻ പറഞ്ഞത് വിശ്വസിക്കാം, സോമനാഥ് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ 2026-ലോ 2027-ലോ മനുഷ്യൻ ചന്ദ്രനിൽ എത്തുകയാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ ശ്രീരാമനോട് ക്ഷമ ചോദിക്കുന്നു, അങ്ങയുടെ ക്ഷേത്രം ഇവിടെ വൈകിയതിന്. ഇവിടെ ഭഗവാൻ ശ്രീരാമൻ എന്താ സാർ നരേന്ദ്രമോദിയെയോ BJPയോ എല്ലാം ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? 2024 ആകുമ്പോഴേക്കും അത് ഏത് യുഗത്തിൽ നിന്ന് തുടങ്ങിയതാ? ഇവിടെ ക്ഷേത്രം പണി പൂർത്തിയാക്കി. ഇതാണ് സാർ ഗിമ്മിക്ക്, ഇതാണ് സാർ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. ഇവിടെ വോട്ടിന് വേണ്ടി, ഇവിടെ 22-ാം തീയതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടന്ന് അല്ലെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നത് വരെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും എത്ര ആളുകളുടെ എണ്ണം, കേരളത്തിൽ നിന്ന് നിയോജക മണ്ഡലത്തിൽ നിന്ന് 2000, ബാക്കിയുള്ളിടത്തുനിന്ന് 50,000 വരെ ആളുകളെ പ്രത്യേക ട്രെയിനില്, വിമാനത്തില്, ഇല്ലെങ്കിൽ ബസ്സില് അയോധ്യയിലേക്ക് എത്തിക്കണം. ഇതൊക്കെയല്ലേ സാർ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് കോൺഗ്രസ്സുകാരെ പോവില്ലേ? കോൺഗ്രസ്സുകാരെ പോവാൻ റെഡിയായി നിൽക്കുക. ഞാൻ രാമൻ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും സ്വന്തമാണോ അനിൽ നമ്പ്യാരെ? അല്ല. അയോധ്യ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് താങ്കൾ പരാമർശിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് ഞാൻ പറഞ്ഞത് അയോധ്യയും ശ്രീരാമൻ എന്നും പറയുന്നത് ആരുടെയും സ്വന്തമല്ല. അത് ആരുടെയും സ്വന്തമല്ലാത്തത് കൊണ്ട് അതിനെ സ്വന്തമാക്കാനായി ചിലർ ശ്രമിക്കുന്നു. ആ ശ്രമമാണ് ഇവിടെ എതിർക്കപ്പെടുന്നത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യം ഓർക്കേണ്ടത്. ഞങ്ങൾ അധികാരത്തിലെത്തിയ രാമക്ഷേത്രം പണിയും. മാനിഫെസ്റ്റോയിൽ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞല്ലോ. ഞങ്ങൾ പ്രതിവർഷം 2 കോടി തൊഴിൽ പ്രകാരം 10 കൊല്ലം കൊണ്ട് 20 കോടി ആളുകൾ, 20 കോടി എന്നല്ല ഞാൻ പറഞ്ഞ, പ്രതിവർഷം 2 കോടി ആളുകൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ മാനിഫെസ്റ്റോയിൽ. എത്ര പേർക്ക് കൊടുത്തു? ഞങ്ങൾ കൃഷിക്കാരന്റെ വരുമാനം 1.5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തു. റബ്ബറിന്റെ വില എത്രയാ? ഏലത്തിന്റെ വില എത്രയാ? കുരുമുളകിന്റെ വില എത്രയാ? നാളികേരത്തിന്റെ വില എത്രയാ? 1.5 ഇരട്ടിയാക്കുമെന്ന്. 2.5 ഇരട്ടിയാണ് സാർ, 2.5 ഇരട്ടിയാണ് കൃഷിക്കാരന്റെ വരുമാനം.
യെസ്, 2.5 ഇരട്ടി. അത് ഏത് കൃഷിക്കാരൻ ആ 2.5 ഇരട്ടി വരുമാനം കിട്ടിയെന്ന് പ്രിന്റു എന്നോടൊന്ന് പറഞ്ഞാൽ മതി, അതിന്റെ കണക്കൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ അല്ല എങ്കിലും അനിൽ നമ്പ്യാരുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ട്, ആ നമ്പർ ഒന്ന് മേടിച്ചിട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഏത് കർഷകനാണ് അവന്റെ ഉൽപ്പന്നത്തിന് 2.5 ഇരട്ടി വരുമാനം കിട്ടുന്നത് എന്ന് പറയാം സാർ, വിളിച്ചു പറയാം സാർ, തർക്കം തീരും. വിളിച്ചു പറയാം സാർ, ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കും സാർ. അല്ല അതെ അതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് കേൾക്കാൻ അതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ കുരുമുളകിന് 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വിലയേക്കാൾ താഴെ പോകുന്നു, ഏലത്തിന് 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വിലയേക്കാൾ താഴെ പോകുന്നു, റബ്ബറിന് ഇപ്പോഴും 150 രൂപയിൽ നിൽക്കുന്നു, തേയിലയ്ക്ക് വിലയില്ല, കാപ്പിക്ക് വിലയില്ല. പ്രിയപ്പെട്ട കർഷകന്റെ വരുമാനം 2.5 വക്കീലേ, ഈ ഭാരതം ഏറ്റവും കൂടുതൽ കാലയളവിൽ ഭരിച്ചത് ആരാ സർ? നിങ്ങളുടെ പാർട്ടിയല്ലേ? ഞങ്ങളുടെ ഭരണം മോശമായതുകൊണ്ടല്ലേ നിങ്ങളെ ഭരണം ഏൽപ്പിച്ചത്? 58 കൊല്ലക്കാലം അല്ല, 58 കൊല്ലക്കാലം 2 ടേമല്ലേ ആയുള്ളൂ, 10 വർഷമല്ലേ ആയുള്ളൂ. അതിനിടയിൽ മോശമായതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചു. അതെ, ഞങ്ങളെക്കാൾ നിങ്ങൾ മോശമാകുമ്പോഴല്ലേ ഞങ്ങൾ വീണ്ടും ഇത് ചോദിക്കുന്നത്. ഞങ്ങളെക്കാൾ നിങ്ങൾ മോശമാകുന്നു. അതെ, അതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെക്കാൾ നിങ്ങൾ മോശമാകുന്നു. ആത്മഹത്യ ചെയ്യുന്നു, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വാണം പോലെ കുതിച്ചു വരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ ഭരണം മോശമാണെന്ന് പറഞ്ഞത്. നിങ്ങൾ ഭരണത്തിൽ വന്നപ്പോ അതിനേക്കാൾ മോശമാകുന്നു. അപ്പൊ നിങ്ങൾ രാമന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ രാമനെ നിങ്ങൾ കഴിഞ്ഞ 40 കൊല്ലമായി തെരഞ്ഞെടുപ്പിൽ ആയുധമായി ഉപയോഗിക്കുന്നു. ഭരണത്തിൽ എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ 2024 ഇനി രാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. 2024 ജാനുവരി 22 ശേഷം ഇന്ത്യയിൽ ഒരു മാറ്റവും പ്രത്യേകമായിട്ടുണ്ടായിട്ടില്ല. പുതിയൊരു അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു എന്നുള്ളതല്ലാതെ ഒരു സാമൂഹികമായ മാറ്റവും രാംകുമാർ സാറേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആളുകൾ അങ്ങ് അഭിമാന പുളകിതരായി എന്തോ പുതിയ ലോകത്തെത്തി എന്നൊക്കെ അങ്ങ് ചാനൽ ചർച്ചയിൽ പറയുന്നു. അങ്ങനെ ഒന്നും ഈ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ അത് അങ്ങേക്കും എനിക്കുമൊക്കെ നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ രാഹുലിന്റെ യാത്ര കൊണ്ട് പലതും സംഭവിക്കും എന്നാണ് താങ്കളെ പോലുള്ളവർ കരുതുന്നത്. യെസ്, അല്ല, രാഹുലിന്റെ യാത്ര എന്തിനാണ് അസാമിൽ തടയുന്നത്? അവിടെ ശ്രീ ജഗത് സിംഗ് അദ്ദേഹത്തിന്റെ ഒരു മോൺമെന്റ്, അത് ക്ഷേത്രമല്ല, അവിടെ പോകുന്നതിന് എന്തിനാ നിങ്ങൾ തടസ്സം? ശ്രീ ശങ്കർദാസിന്റെ ആശ്രമം, അദ്ദേഹം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്ഥാപിച്ച ആശ്രമം, ആ ആശ്രമത്തിൽ പോകുന്നതിന് എന്തിനാ രാഹുൽ ഗാന്ധിയെ തടയുന്നത്? തടയേണ്ട കാര്യം ചില സുരക്ഷാ കാരണങ്ങളുണ്ടാവും. താങ്കൾക്ക് അറിയാവുന്നതല്ലേ, ചില സുരക്ഷാ കാരണങ്ങളുടെ പേരിലായിരിക്കും. യെസ് പിന്റു, പെട്ടെന്ന് മറുപടി. ഹലോ സാർ, ഇതിനകത്ത് സേനാപതി വേണു സാർ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിൽ അത് ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിൽ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് രാഷ്ട്രപതി പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ രാംകുമാർ സാറും ഉണ്ട്, അഡ്വക്കേറ്റ് സേനാപതി വേണുവൊക്കെ നിയമമേഖലയിൽ വക്കീലാണ് എന്നതിൻ്റെയാണ് എൻ്റെ ഒരു പ്രാഥമിക ധാരണ. അപ്പോൾ അദ്ദേഹം വക്കീൽ തന്നെയാണ്. നിങ്ങൾ ഇന്ത്യൻ പ്രോട്ടോകോൾ ഉണ്ട്, പ്രോട്ടോകോൾ പ്രകാരം ഡൽഹിക്ക് പുറത്ത് ഒരു പൊതുചടങ്ങിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിക്കില്ല. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ആ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രപതി എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല, പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കുന്നു, ഇതാണ് ചോദ്യം. രാഷ്ട്രപതി എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല, പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കുന്നു? ഇനി പ്രധാനമന്ത്രി പങ്കെടുത്താലും പ്രശ്നം. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊരു കാര്യം കൂടി ഉണ്ട് സേനാപതി വേണു സാർ. നിങ്ങൾ ഈ രാമൻ ഈ ഭേദഭാവനകളെ പിഴുതെറിഞ്ഞാണ് രാമൻ. സർവ്വചരാചരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാണ് രാമൻ. നമുക്കത് അണ്ണാരക്കണ്ണനെ പോലും മോക്ഷം നൽകിയവനാണ് രാമൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനമന്ത്രി, ഒരു വ്യക്തി, ഇനി പ്രധാനമന്ത്രി എന്ന് നിങ്ങൾ മാറ്റി നിർത്തുക, ഒരു വ്യക്തി ഈ പ്രാണപ്രതിഷ്ഠ പോലെയുള്ള ഒരു ചടങ്ങിനകത്ത് വന്നിരിക്കുന്നതാണ് സാർ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം അതാണ്. ഈ ഒരു ഫ്യൂഡൽ മനോഭാവത്തോടു കൂടി ഒരു അപ്പർ ക്ലാസ് പൊളിറ്റിക്സിന്റെ മനോനിലയിൽ നിന്ന് കോൺഗ്രസ് ഇന്നും താഴോട്ട് വന്നിട്ടില്ല. പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അതും സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം അവിടെ യജമാനായി ഇരിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? രണ്ടാമത് ആനന്ദിബെൻ പട്ടേൽ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് 33% സംവരണം വനിതകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 33% സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്തിലെ അമ്മമാരുടെ, സ്ത്രീകളുടെ, കുഞ്ഞു മക്കളുടെ അമ്മമാരുടെ പ്രതീകമായിട്ടുള്ള ആനന്ദിബെൻ പട്ടേൽ അതിൽ പങ്കെടുക്കുന്ന എന്താ പ്രശ്നം?
യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് സന്യാസിയും കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം യുപിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും സന്യാസിപരനായാണ്. അപ്പൊ സമസ്ത മേഖലയിൽ നിന്നും ഈ രാജ്യത്തിന്റെ പരിച്ഛേദമാണ് സാർ അവിടെ ഉണ്ടായിട്ടുള്ളത്. മോഹൻജി ഭാഗത്ത് ആയിക്കോട്ടെ, ആനന്ദിബെൻ പട്ടേൽ ആയിക്കോട്ടെ, യോഗി ആദിത്യനാഥ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന സമയത്ത് സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഒരു ചടങ്ങിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ഈ ഫ്യൂഡൽ മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ ഇത് താന്ത്രിക വിധിപ്രകാരം തന്ത്രികൾ നിശ്ചയിക്കുന്ന ചടങ്ങാണ് സാർ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നടക്കുന്ന ഒരു ചടങ്ങല്ലല്ലോ. തന്ത്രികൾ നിശ്ചയിക്കുന്ന ഒരു ചടങ്ങിനകത്ത് ആര് പങ്കെടുക്കണം, ആര് പങ്കെടുക്കണ്ട എന്ന് നിശ്ചയിക്കുന്നത് തന്ത്രികന്മാരാണ്. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരനോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കോ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അത് താന്ത്രിക വിധികൾ പ്രകാരം നടക്കുന്ന സ്വകാര്യ ചടങ്ങാണ്. ആ ചടങ്ങിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്. നോക്കൂ, ഈ ലോകത്ത് ഈ പ്രശ്നാധിഷ്ഠിതമായി മതങ്ങളുടെ പേരിലുള്ള എത്രയെത്ര സംഭവങ്ങളുണ്ട് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത. അലക്സ പള്ളിയുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഹാഗിയ സോഫിയുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജനാധിപത്യവും താന്ത്രികവും രണ്ടും കൂടെ ഒന്നും അത് എന്താ പറഞ്ഞ പൊരുത്തപ്പെട്ടു പോവുകയല്ല. ഒന്നുകിൽ താന്ത്രിക രീതിയിലാവട്ടെ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലാവട്ടെ, ഇത് രണ്ടും കൂടെ. അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ അല്ല സാർ, വേണു സാർ, ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള രാജ്യമല്ല സാർ. നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള എല്ലാ മതങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, സംസ്കാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, സനാതന ധർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്ന് നിങ്ങൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കൂ. അതുകൊണ്ടല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് സാർ, നിങ്ങൾ ഒരു വക്കീലല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുമ്പിലുള്ള ആദ്യത്തെ ഒരു പേജിനകത്തുള്ള ഫസ്റ്റ് ചിത്രത്തിൽ ആരാണുള്ളത് സാർ? രാമനല്ലേ, ലക്ഷ്മണനല്ലേ, സീതയല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹിന്ദുമതത്തിൽപ്പെട്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസപ്രകാരം എന്താ അവിടെ ഈ ഹിന്ദുമതത്തിൽപ്പെട്ട ഈ രാമൻ, നിങ്ങൾ അയോധ്യയിൽ ജനിച്ചോന്നറിയാത്ത തർക്കമന്ദിരത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള രാമനെ എന്തിനാണ് സാർ ഈ ഭരണഘടനയുടെ ഈ മുഖാവരണത്തിൽ വെച്ചിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. നിങ്ങൾ സത്യത്തിൽ ഇന്ന് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയ്ക്ക് കാരണം സംഘടിത ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് സംഘടിത ന്യൂനപക്ഷം പറയുന്ന ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം നിങ്ങളുടെ വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി സാർ മത്സരിക്കുന്നത്, അമേത്തിയിലല്ല. രാഹുൽ ഗാന്ധിക്ക് വയനാടോ മലപ്പുറമോ മഞ്ചേരി അല്ലാതെ സുരക്ഷിതമായ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ഇല്ല സാർ. അപ്പൊ നിങ്ങൾ എത്തിയിരിക്കുന്ന ഗതികളുടെ സത്യത്തിൽ ഞങ്ങൾക്ക് സഹതാപമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കും. കാരണം രാജ്യം പുരോഗതിയിലേക്ക് പോവാണ് സാർ. നമുക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു പ്രശ്നം, പിന്നോക്കക്കാരനായിട്ടുള്ള ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുന്നു, അദ്ദേഹം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നു, സ്ത്രീ വിഭാഗത്തിൽ ഒരാൾ വരുന്നു. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാണ്. നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? നിങ്ങൾ അസ്വസ്ഥര ഒരു കാര്യമുണ്ടല്ലോ, വെളിച്ച ചടങ്ങിൽ പങ്കെടുത്തിട്ട് അതിന് നിങ്ങൾ രാജ്യത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലേ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. അതിന് പകരം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി. കാരണം എന്താണ്, ഇത് നിങ്ങൾ നോക്കൂ, സത്യത്തിൽ ഇത് ചരിത്രത്തിന് ഒരു തനിയാവർത്തനാണ്. ഈ മന്ധരയും കൈകയും ആധുനിക കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അപ്പൊ സത്യത്തിൽ ഈ രാമൻ എന്താണോ ആ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. പക്ഷേ വിഗ്രഹവാഹനായിട്ടുള്ള രാമന് ഈ രാജ്യത്തിന്റെ ആത്മതത്വമായതുകൊണ്ട് തന്നെ രാമന് രാമക്ഷേത്രത്തിൽ വരാതിരിക്കാൻ പറ്റില്ല സാർ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ തർക്കമന്ദിരത്തിൽ നിന്ന് എങ്ങനെയാണ് സാർ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് അവിടെ പ്രാർത്ഥിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1888 ഹിന്ദു സമൂഹത്തെ പ്രാർത്ഥന നിഷേധിച്ചുകൊണ്ട് അവിടെ നാട്ടി പറഞ്ഞയച്ചതാരാണ് സാർ? അതിനുശേഷമല്ലേ ഈ വിഷയം രൂക്ഷമായത്, 1888 ശേഷം. അതിനപ്പുറത്ത് 1428 മിർഫാക്കി തകർത്ത അന്ന് മുതൽ അവിടെ രാമമന്ത്രം ഉണർന്നിട്ടുണ്ട് സാർ, രാമമന്ത്രം ഉയർന്നിട്ടുണ്ട് സാർ. ആ രാമമന്ത്രത്തെ ശാശ്വതമാക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് ആര് ചെയ്തത്? അല്ല, 1528 തകർത്തപ്പെട്ടെങ്കിൽ സാർ 1888 അവിടുന്ന് ഹിന്ദു സമൂഹത്തിന് പ്രാർത്ഥന നിഷേധിക്കുന്നത്. ആ പ്രാർത്ഥന നിഷേധിച്ചപ്പോഴാണ് ഹിന്ദു സമൂഹം അതിന്റെ മുൻവാതിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് 1949 ശേഷമാണ് ആർക്കും അവിടെ പ്രാർത്ഥന നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. 1949 ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിനിധിയായിരുന്ന ഹാഷിം അൻസാരി, നേരത്തെ രാംകുമാർ സാർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മകൻ ഇക്ബാൽ അൻസാരി എത്ര ഭവ്യതയോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തോട്. പക്ഷെ ഞാൻ പറയും, ഇന്ത്യ കണ്ട ഏറ്റവും ഉദാത്ത മതേതരവാദിയായിട്ടുള്ള മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇക്ബാൽ അൻസാരിയാണെന്ന് സാർ. ആ ഇക്ബാൽ അൻസാരിയുടെ കോമൺ സെൻസ് കോൺഗ്രസ്സുകാരാ നിങ്ങൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയതയുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തിലെ ജനങ്ങൾ, കാരണം ഒന്നാമത് ഈ രാമക്ഷേത്രം വന്നതോടുകൂടി വലിയൊരു പ്രതിസന്ധിക്ക്, പതിറ്റാണ്ടുകളായിട്ടുള്ള വലിയൊരു പ്രശ്നത്തിന് അവിടെ അധ്യായം അവിടെ അടഞ്ഞു. ആ സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ പരസ്പരം വിഭജിക്കുന്നത് എന്തിനാ? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അജണ്ട ഉണ്ട്. ഞാൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അജണ്ടയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷേ സാർ നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ മഹാരാജ്യത്ത് വേരുകളുള്ളൊരു പ്രസ്ഥാനമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ വേരുകൾ അറുത്തുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ആളാണ് നിങ്ങളുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഇപ്പോൾ കേരളത്തിലെ നിങ്ങളുടെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള KC വേണുഗോപാൽ എന്നുള്ള കാര്യം കൂടി സേനാപതി വേണു സാറൊക്കെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഒന്ന് സൂചിപ്പിച്ചാൽ സാർ നല്ലതാണ്.
നമ്മൾ അങ്ങനെയുണ്ടല്ലോ, ഈ രാജഭക്തി ഒന്നും വലിയ രീതിയിൽ കാണിച്ചില്ലെങ്കിൽ സേനാപതി വേണു സാർ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളായിട്ട് തന്നെ സേനാപതി വേണു സാർ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള തിരുത്തൽവാദികൾ ഉണ്ടാവട്ടെ, തിരുത്തൽവാദികൾ ഉണ്ടാവും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രക്ഷപ്പെടും. അല്ലാതെ രാമൻ ആരുടേത്, ഗാന്ധിയുടേതാണോ, മോഡിയുടേതാണെന്നുള്ള ബാലിശമായ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല. രാമരാജ്യ സങ്കല്പം ഈ രാജ്യത്ത് നടന്നു കഴിഞ്ഞു. ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള ആദ്യ പടിയായിട്ട് ഈ രാമരാജ്യത്തെ നമ്മൾ കാണണം. ഈ രാജ്യത്തിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് അത് ഗാന്ധി കണ്ടിട്ടുള്ള വിഭാവന ചെയ്ത രാമരാജ്യമാണ്. അത് നടപ്പിലാക്കുന്നത് രാഘവേന്ദ്രന്റെ പ്രതിഷ്ഠ സാക്ഷ്യം വഹിക്കുന്നത് നരേന്ദ്രനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമായി. അത് നരേന്ദ്രനിലൂടെ കാലത്തിന്റെ ചരിത്രത്തിലെ നിയതിയും നിയോഗവുമാണ് നരേന്ദ്രമോദി അത് നിർവഹിച്ചു എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, 1 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒറ്റക്കാര്യം, അപ്പോൾ രാമരാജ്യത്തിൽ അല്ലേ മതസൗഹാർദ്ദം പൂർവാധികം ശക്തമായി പുലരുമെന്ന് തന്നെ പ്രത്യാശിക്കാം അല്ലേ? അയോധ്യയിലേക്ക് പോവുകയും വേണം എല്ലാവരും. എനിക്ക് ആ ഒരു പ്രതീക്ഷയില്ല. ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി താങ്കൾ അവസാനിപ്പിക്കുന്നതാണ് ഞാൻ അത് നടക്കാൻ സാധിക്കട്ടെ. ഓക്കെ, എന്തായാലും രാമൻ ആരുടെ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. രാമൻ എല്ലാവരുടെയുമാണ്. രാമൻ ഭാരതത്തിൻ്റെ വിശ്വാസമാണ്, അടിത്തറയാണ്, ചിന്തയാണ്. രാമനാണ് നിയമവും പ്രജ്ഞയും വീക്ഷണവും. രാമൻ അഭിമാനമാണ്, ഇച്ഛാശക്തിയാണ്, നീതിയാണ്. രാമൻ ഒരു പ്രവാഹമാണ്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.